അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്കാമുൻ നൂനി സാക്കിനതി വത്തൻവീൻ. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങൾ. എന്താണ് സാക്കിനായ നൂൻ തൻവീൻ? സാക്കിനായ നൂൻ സുക്കൂൻ ചെയ്ത നൂൻ, തൻവീൻ അൻ ഇൻ ഉൻ, രണ്ടിന്റെയും ഉച്ചാരണം ഒന്നായതുകൊണ്ടാണ് അവയെ ബാധിക്കുന്ന നിയമങ്ങളും ഒന്നായത്. മൊത്തത്തിൽ 5 നിയമങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. 5 ഗ്രൂപ്പുകളാക്കിയിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിൽ 4 ഗ്രൂപ്പുകളെ നമ്മൾ എന്താക്കി, നന്നായി മനസ്സിലാക്കി 28 അക്ഷരങ്ങളിൽ നിന്ന് 4 ഗ്രൂപ്പിനും അനുയോജ്യമായ ആളുകളെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഓരോ ഗ്രൂപ്പും. ഇഖ്ലാബ് ഒരാളെയാണ് നമ്മൾ കൊടുത്തത്. ഇൽഹാർ 6 പേരെ കൊടുത്തിട്ടുണ്ട്. ഇദ്ഗാം ബിഗുന്ന 4 പേരെയാണ്. ഇദ്ഗാം ബിലാഗുന്ന 2 പേരെയാണ് കൊടുത്തത്. ഇതെല്ലാം കൂടിയിട്ട് 13 ആളുകളാണ്. ബാക്കി 28 ആളുകളിൽ 15 പേരുണ്ട്. ആ 15 പേരെയും നമ്മൾ ആർക്ക് കൊടുക്കുകയാണ്? ഇനി നമ്മൾ പറയാൻ പോകുന്ന ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. അതായത് ആൾബലം ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഗ്രൂപ്പിനാണ്. ആ ഗ്രൂപ്പിന്റെ പേരാണ് അൽ ഇഖ്ഫാ. അൽ ഇഖ്ഫാ. ഇഖ്ഫാഇന് 15 അംഗങ്ങളുണ്ട്. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഇനി പറയാൻ പോകുന്ന 15 ആളുകൾ വന്നു കഴിഞ്ഞാൽ സാക്കിനായ നൂനിനും തൻവീനിനും എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെക്കുക, മറച്ചു പിടിക്കുക, ഹൈഡ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ആരെയാണ് ഈ ഒളിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് മറച്ചു വെക്കുന്നത്? സാക്കിനായ നൂനിനെയും തൻവീനിനെയും. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മൾ സാക്കിനായ നൂൻ തൻവീൻ ഇതിന്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ആ നിയമങ്ങൾ ബാധിക്കുന്നത് മുഴുവൻ ആരെയാണ്? ഈ പറഞ്ഞ 2 ആളുകളെയാണ്. ഏതൊക്കെയാണ് ആ അക്ഷരങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ത, സ, ദാൽ, ദാൽ, സായ്, സീൻ, ഷീൻ, സാദ്, ദാദ്, ത, ല, ഫ, ഖാഫ്, കാഫ്. ഇങ്ങനെ 15 ആളുകളും ആർക്ക് സ്വന്തം? അൽ ഇഖ്ഫാഇന് സ്വന്തം. ബാക്കി 4 ഗ്രൂപ്പും കൂടി 13 പേരാണുള്ളത്. ബാക്കി 15 ആളുകളും ഇഖ്ഫാഇന് വരുന്നതാണ്. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഈ 15 ആളുകളിൽ ഏതെങ്കിലും ഒരാൾ വന്നാൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും മറച്ചു പിടിക്കണം. എങ്ങനെ? ഉന്നയോടുകൂടി മറച്ചു പിടിക്കണം. 2 ഹറക്കത്തിന്റെ സമയം ഉന്ന കൊടുത്തുകൊണ്ട് സാക്കിനായ നൂനിനെയും തൻവീനിനെയും മറച്ചു പിടിച്ച് ഓതണം. ഉദാഹരണം, അന്തും സാക്കിനായ നൂനാണ്, ശേഷം വന്നിരിക്കുന്നത് ത എന്ന അക്ഷരമാണ്. നമ്മൾ ഓതുമ്പോ അന്തും അന്തും, അതായത് അതിന്റെ ശരിയായ ഉച്ചാരണം എങ്ങനെയാണ്? അൻ. സാക്കിനായ നൂൻ എങ്ങനെ നമ്മൾ പറയും? അൻ, അൻ. തൊട്ടടുത്ത് നോക്കിയാട്ടെ, മിൻ ദൂനില്ലാഹ്, അൻ മിൻ, അൻ മിൻ, ലൻ, അൻ മിൻ, അൻ. ല്ലേ? നമ്മുടെ നാവ് എങ്ങോട്ട് ഉയരുന്നുണ്ട്? മുകളിലോട്ട് ഉയർന്നത് മാത്രമല്ല, അവിടെ തട്ടുന്നുണ്ട്. എന്നാൽ ഇഖ്ഫാന്റെ സമയത്ത് നമ്മുടെ നാവ് അവിടെ എത്തൂല. എന്നാൽ എന്തുണ്ട്? സാക്കിനായ നൂൻ ഉച്ചരിക്കാനുള്ള എല്ലാ പുറപ്പാടുകളും എടുക്കുന്നുണ്ട്. പക്ഷെ മുഴുവനായിട്ട് അവിടെ തട്ടൂല. തട്ടുന്നതിന് മുന്നേ നമ്മൾ എങ്ങോട്ട് കടക്കും? തൊട്ടടുത്ത ഈ പറഞ്ഞ 15 ആളിൽ ആരെങ്കിലും ഒരാളുണ്ടാവും, അവിടേക്ക് നമ്മൾ പ്രവേശിക്കും. അന്തും മൻസൂറ മിൻ ദൂനില്ലാഹ്
ഗുന്നയുണ്ട്, അതായത് സാക്കിനായ നൂൻ എന്താവുന്നില്ല, അവിടുന്ന് ഒഴിവാകുന്നില്ല. ആളവിടെ ഉണ്ട്, സാക്കിനായ നൂനും തൻവീനും അവിടെ ഉണ്ട്. അതിന്റെ ആ ഒരു ഗുന്ന നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്താക്കുന്നില്ല, അതിനെ മുഴുവനായി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല. ഒരിത്തിരി എന്താണ്, നമ്മൾ അതിനെ ഒളിപ്പിച്ചു വെച്ച് മറച്ചു പിടിച്ചിട്ടാണ് തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ അക്ഷരങ്ങൾക്ക് എന്താവുന്നില്ല, മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അൻതും യൗമൻ സഖീല, തൻവീൻ സ, യൗമൻ 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 സഖീല എന്നാണ്. യൗമൻ സഖീല, അത് ഇഖ്ഫ ആണ് നിയമം. യൗമൻ സഖീല എന്ന് നമ്മൾ ഓതാൻ പാടില്ല. എങ്ങനെ ഓതണം, ആ തൻവീനിനെ നമ്മൾ അവിടെ മറച്ചു പിടിക്കുകയാണ്. യൗമൻ സഖീല, യൗമൻ സഖീല, അൻതും മിൻ ദിക്രിനാ അദ്നിൻ തജ്രി, അദ്നിൻ മുകളിലോട്ട് നാവ് പോകുന്നുണ്ട്. അദ്നിൻ തജ്രി എന്നാണ് നമ്മൾ ഓതുമ്പോൾ. അദ്നിൻ ത, അദ്നിൻ, അതായത് സാക്കിനായ നൂന് ഉച്ചരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് ഉണ്ട്. അതിന്റെ ഏറ്റവും അവസാനം എത്തുമ്പോൾ നമ്മൾ എന്താക്കുകയാണ്, അതിനെ മറച്ചു പിടിച്ചിട്ട് നമ്മൾ ത എന്ന അക്ഷരത്തിലോട്ട് കടക്കുകയാണ്. അദ്നിൻ 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 തജ്രി മൻസൂറ, മൻ, മൻ, നാവ് ശ്രദ്ധിക്കണം. മൻ, മൻ സൂറ. എന്നാൽ ഇഖ്ഫാന്റെ നിയമമായതുകൊണ്ട് മൻസൂറ, മിൻ ശർരി, മിൻ ശർരി, മിൻ ശർരി, കഅസൻ ദിഹാഖ, കഅസൻ, കഅസൻ ദിഹാഖ, കഅസൻ ദിഹാഖ, കഅസൻ ദിഹാഖ, അൻസൽനാ, 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 അൻസ, അൻസ, യൗമൻ സഖീല, മിൻ ഖറിയ, മിൻ ഖറിയ, മിൻ ഖറിയ, മിൻ ഖറിയ. ഇതാണ് ഇഖ്ഫാഇന്റെ 15 അക്ഷരങ്ങൾ വരുമ്പോൾ സാക്കിനായ നൂനിനും തൻവീനിനുമുള്ള മാറ്റങ്ങൾ. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും ശേഷം ഈ പറഞ്ഞ 15 ആളുകളിൽ ആരെങ്കിലും ഒരാൾ വന്നാൽ സാക്കിനായ നൂനിനെയും, അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ആർക്കാണ് മാറ്റം വരിക, സാക്കിനായ നൂനിനെയും തൻവീനിനെയും നമ്മൾ മറച്ചു പിടിച്ച് ഗുന്ന കൊടുത്തുകൊണ്ട് പാരായണം ചെയ്യണം. ഇഖ്ഫാഉം ഇദ്ഗാമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇദ്ഗാം എന്നത് സാക്കിനായ നൂനും തൻവീനും ഭാഗികമായോ പൂർണ്ണമായോ തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇഖ്ഫായിൽ സാക്കിനായ നൂനും തൻവീനും അവിടെ തന്നെ ഉണ്ട്, അതിന്റെ ശബ്ദവും അവിടെ ഉണ്ട്. എന്നാൽ നമ്മൾ എന്താക്കുന്നു, അതിനെ മറച്ചു പിടിക്കുന്നു. ഗുന്നയോടുകൂടി തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇതാണ് സാക്കിനായ നൂനും തൻവീനുമായി ബന്ധപ്പെട്ട 5 നിയമങ്ങൾ. അൽ ഇഖ്ലാബ്, അൽ ഇൽഹാർ, അൽ ഇദ്ഗാം ബിഗുന്ന, അൽ ഇദ്ഗാം ബിലാ ഗുന്ന, അൽ ഇഖ്ഫാ. സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും അടയാളങ്ങൾ മുസ്ഹഫിൽ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കും. 2 രീതിയിലാണ്
അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഇതുപോലെ നൂനിന്റെ മുകളിൽ സുക്കൂൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സുക്കൂൻ എന്ന് പറയുമ്പോൾ ഒരു ഭാഗം ഓപ്പൺ ആയിട്ടാണ്, മുഴുവനായിട്ടില്ല, ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു അടയാളമാണ് കാണാൻ കഴിയുക. അതേപോലെ തന്നെ തൻവീൻ എടുത്ത് നോക്കുമ്പോൾ ഫത്ഹതൈനി കെസ്റതൈനി അത് രണ്ടും ഇങ്ങനെ ഈക്വൽ ആയിട്ട് കാണാം. അതേപോലെ ദമ്മതൈനി ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലോട്ടും. ഇത് അൽ ഇൽഹാറിന്റെ അടയാളമാണ്. ഇൽഹാറിന്റെ അടയാളമാണ് ഈ രീതിയിലുള്ള നൂനും അതേപോലെ തന്നെ തൻവീനും. എന്നാൽ മറ്റിടങ്ങളിൽ നൂനുണ്ട്, പക്ഷെ നൂനിന്റെ മുകളിൽ എന്തില്ല, ഒന്നും കാണാൻ കഴിയില്ല, കാലിയായി കിടക്കുന്നുണ്ടാവും. തൻവീൻ ഫത്ഹതൈനി കെസ്റതൈനി ഇതുപോലെ വിട്ടിട്ടാണ് ഉണ്ടാവുക. ദമ്മതൈനി ഇതുപോലെ ഒരുപോലെ കാണാം. ഇത് ഇഖ്ലാബ്, ഇദ്ഗാം, ഇഖ്ഫാ ഈ ഇടങ്ങളിലൊക്കെ ഇതുപോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇഖ്ലാബിൽ എന്തും കൂടെ ഉണ്ടാവും, ഈ പറഞ്ഞ നൂനിന്റെയും തൻവീനിന്റെയും കൂടെ ഒരു കുഞ്ഞ് മീം കൂടി നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് എല്ലാവരും മുസ്ഹഫ് എടുത്തൊന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.